നാളെയാണ് ഡിസംബർ 16. നാളെ ബംഗ്ലാദേശ് വിജയ് ദിവസ് ഭാരതം കൊണ്ടാടുകയാണ്. കൊൽക്കത്തയിലായിരിക്കും പ്രധാന ചടങ്ങ്. ബംഗ്ലാദേശിൽ നിന്നുള്ള യോദ്ധാക്കൾ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. കേണൽ ഡിന്നി, ഇത് കേവലം ഒരു രാജ്യാന്തര പ്രശ്നമായിരുന്നില്ല, ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നില്ല. ഒരു സംസ്കാരത്തെ, ഒരു ജനതയെ, ഒരു ഭാഷയെ രക്ഷിക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഇന്ന് ബ്രിഗേഡിയർ സനൽകുമാർ പറഞ്ഞിട്ടാണ് നമ്മൾ ആ മാപ്പ് കാണിക്കുന്നത്. നോക്കൂ, ഭാരതത്തിനുള്ളിലിരിക്കുകയാണ്. അത് എന്തിൻ്റെ പേരിൽ, അന്ന് ഏത് രീതിയിൽ വെട്ടിമുറിച്ചു എന്നുള്ളതാണ് ഏറെ കൗതുകതരം. തീർച്ചയായിട്ടും ശ്രീ പ്രദീപ്, ഈ ഒരു യുദ്ധം അന്ന് നടക്കുമ്പം, അതും ഇപ്പോഴും നടക്കുന്നതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഈ സംസ്കാരത്തിന്റെ പ്രശ്നം തന്നെയാണ്. നേരത്തെ ശ്രീ ശങ്കുദാസ് പറഞ്ഞ പോലെ ഈ ബാംഗ്ല ഭാഷ എന്ന് പറയുന്നത് ബംഗ്ലാദേശിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബാംഗ്ല ഭാഷയ്ക്ക് നമ്മൾ തമിഴ് ആയാലും ശരി, മറ്റ് ഭാഷകളെ പോലെ ഒരു സംസ്കാരമുണ്ട്. അതിനകത്ത് ആ ഭാഷയോടെ ചേർന്ന് കലയും മറ്റു കാര്യങ്ങളെല്ലാം ചേർന്ന് കിടക്കുന്നുണ്ട്. ഒരു വേരുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രതയും മറ്റു കാര്യങ്ങളെല്ലാം അവർ ആ ബംഗ്ലാദേശികളും അല്ലെങ്കിൽ ബംഗ്ല സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും കൽപ്പിക്കാറുണ്ട്. അപ്പൊ ബാംഗ്ല ഭാഷ അതിന്റെ ആ വേരുകൾ പോയി വന്നു നിൽക്കുന്നത് ഭാരതത്തിലേക്ക് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ 1947 തൊട്ടേ ഈ ഒരു പ്രശ്നം, നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ, അതായത് ഉറുദു സ്പീക്കിംഗ് അല്ലെങ്കിൽ പഞ്ചാബി സ്പീക്കിംഗ്, അവിടെ പഞ്ചാബി സ്പീക്കിംഗ് എന്നുള്ള ഒരു കൾച്ചറാണ് പാകിസ്ഥാനിലുള്ളത്. ഈ പഞ്ചാബി സ്പീക്കിംഗ് ഉള്ള കൾച്ചർ കൊണ്ട് ഒരു കാരണം കശ്മീരികളിൽ പോലും പലരും പാകിസ്ഥാനിലേക്ക് ചേരാൻ താല്പര്യം കാണിക്കാതെ, ഇൻക്ലൂഡിങ് ഷെയ്ഖ് അബ്ദുള്ള പോലും ഒരു കാരണം പറയുന്നത്, അവിടെ ചേർന്ന് കഴിഞ്ഞാൽ പഞ്ചാബി മുസ്ലിംസ് ഇവരെ ഡോമിനേറ്റ് ചെയ്യുന്ന വെച്ചിട്ടാണ് അവരൊന്ന് മടിച്ചു നിന്ന് എന്നുള്ള ഒരു വാദം അവിടെയുണ്ട്. അതുകൊണ്ടാണ് 1947 തൊട്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം സൃഷ്ടിച്ചെങ്കിലും ഒരിക്കലും അവർക്ക് യോജിക്കാൻ സാധിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ജോഗ്രഫി ഒരു വലിയൊരു കാര്യമാണ്. ജോഗ്രഫി ഈസ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഭാരതത്തെ സംബന്ധിച്ചോളം അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ അതിന്റെ ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി ജോഗ്രഫി ഉണ്ടെന്ന്. അതായത് സൗത്തിൽ സമുദ്രവും നോർത്തിൽ ഹിമാലയം ഉണ്ടെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അതായത് ജോഗ്രഫി ഒരു ഘടകമാണ്. ആ ജോഗ്രഫിയുടെ ഒരു കാരണമാണ് 1000 കിലോമീറ്റർ ദൂരത്തിലാണ് രാജ്യത്തിന്റെ രണ്ട് ഭാഗം, രണ്ട് ഭാഷ സംസാരിക്കുന്ന, രണ്ട് സംസ്കാരമുള്ളവർ. അപ്പൊ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരേ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മതം മാത്രമായിരുന്നു അവരെ യോജിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അതുപോലും മനുഷ്യന്റെ ആവശ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളും ആ മനുഷ്യന്റെ സംസ്കാരത്തിന്റെയും അതിന് മുകളിലല്ല എന്ന് കാണിക്കുന്നതായിരുന്നു 1971 ആ ഒരു പോരാട്ടവും നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ രാജ്യം കിട്ടുന്നതും. ലോകത്ത് തന്നെ ശ്രീ പ്രദീപ്, ലോകത്ത് തന്നെ വേറെ ഒരു രാജ്യവും ഭാഷയുടെ പേരിൽ ഒരു പോരാട്ടം നടത്തിയും അത് പ്രത്യേകിച്ച് വെളിയിൽ നിന്നുള്ള രാജ്യം സപ്പോർട്ട് ചെയ്ത് ഒരു പുതിയ രാജ്യത്തിനെ സൃഷ്ടിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പലപ്പോഴും മറ്റു പല കാരണങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ വരും. പക്ഷെ ഒരു ഭാഷയുടെ ഒരു സമരം, അതുകൊണ്ടാണ് ഈ 25th മാർച്ച് എന്ന് പറയുന്നത് അവരുടെ ഐ തിങ്ക് ഇന്റർനാഷണൽ ഡേ ഓഫ് ലാംഗ്വേജസ് പോലും അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയൊരു കാര്യം അന്നുണ്ട്. അതിന്റെ ഡെഫിനറ്റ്ലി ഭാരതത്തെ സംബന്ധിച്ചോളം വെറും ഒരു മിലിറ്ററി ഓപ്പറേഷൻ അല്ലായിരുന്നു. അതിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ തന്നെ ലക്ഷക്കണക്കിനുള്ള ആളുകളാണ് ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യാൻ അത് വലിയൊരു ചാലഞ്ച് ആയിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം എപ്പോഴും നമ്മളെ അതായത് 1948 ആയാലും ശരി, 65 ആയാലും ശരി, 65 ശരി, ഭാരതത്തിന് നിരന്തരമായിട്ട് യുദ്ധത്തിലൂടെ കീഴടക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവരിലുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഈ ഒരു 71ന്റെ വാറില്ലാത്ത നമ്മളെ ഒരു മിലിറ്ററി ആംഗിൾ കൂടെ നോക്കുകയാണെങ്കിൽ, നമ്മൾ 48 ഒരു യുദ്ധം കഴിഞ്ഞു, 47-48 കശ്മീരില്, 62 ചൈനീസുമായിട്ടുള്ള ഒരു യുദ്ധം കഴിഞ്ഞു, 65 വീണ്ടും പാകിസ്ഥാനായിട്ടൊരു യുദ്ധം കഴിഞ്ഞു. അപ്പൊ 71 ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചു ഭാരതം ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ഭാരതത്തിന്റെ സൈന്യത്തിന് അങ്ങനെയുള്ള കാപ്പബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ കണ്ടിരുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് മാർഷൽ സാം മാനിക്-ഷാ അദ്ദേഹത്തിന്റെ അടുത്ത് മാർച്ച് മാസത്തിൽ ഇന്ദിരാഗാന്ധി പറയുകയാണ് നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമെന്ന്. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് തോൽവി നിശ്ചയമായിരിക്കും. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സൈന്യത്തിന് പ്രിപ്പറേഷന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റു ഘടകങ്ങൾ എന്താണ്? ആ സമയത്താണ് ഈ കൃഷി ധാരാളം ചെയ്യുന്ന ഒരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കർഷകർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം. കാരണം ഈ ടാങ്ക്സ് എല്ലാം പോകുമ്പോൾ
അവർ അതിലേക്കൂടെ തന്നെയാണ് പോകുന്നത്, അല്ലാതെ വേറെ റോഡിൽ കൂടെ അല്ല പോകുന്നത്. അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസം കഴിഞ്ഞാൽ, ജൂലൈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ പിന്നെ മോൺസൂൺ അല്ലെങ്കിൽ മഴയുടെ സീസൺ വരും. മഴയുടെ സീസൺ വന്നാലും വീണ്ടും ഈ സോയിൽ അല്ലെങ്കിൽ ഈ ഭൂമി സോഫ്റ്റ് ആവും, അവിടുന്ന് ടാങ്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നവംബർ ഡിസംബർ മാസത്തിൽ മാത്രമേ ഇതിനൊരു ഒരു ക്ലൈമറ്റ് വൈസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുന്നുള്ള ഒരു കാര്യം നടക്കും. അപ്പം ഭാരതത്തെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഭാരത സൈന്യത്തെ സംബന്ധിച്ചോളം അതിന്റെ വെസ്റ്റേൺ ഫ്രണ്ടിൽ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം, നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം ഓൾറെഡി ഉണ്ട്. നോർത്തിൽ നോക്കി കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള യുദ്ധം ചെയ്തു കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുന്നേ ഉള്ളൂ. അവിടാണ് ഈ രണ്ട് ഫ്രണ്ടും വിട്ടിട്ട് ഈസ്റ്റേൺ ഫ്രണ്ടിലേക്ക് ഒരു സൈന്യത്തിനെ തയ്യാറാക്കി അവിടത്തേക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകും. ഇതുകൂടാതെ നമ്മൾ മനസ്സിലാക്കണം, US എന്ന് പറഞ്ഞ അന്നത്തെ സൂപ്പർ പവർ, അവരുടെ ഫുൾ സപ്പോർട്ട് എന്ന് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അവരുടെ 7th ഫ്ലീറ്റ് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ വരെ വന്നിരുന്നു. ഇന്ദിരാഗാന്ധിജിയെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ യുദ്ധത്തിന് പോയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ടാണ് അന്ന് ഭാരതത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റഷ്യ അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ മാത്രമേ ഉള്ളായിരുന്നു. ഇതെല്ലാം കണ്ടിട്ടാണ് ഭാരത സൈന്യം അന്ന് പോവുകയും ഈ ഒരു യുദ്ധം 13 ദിവസം കൊണ്ട്, നമ്മൾ ലോകത്തെ ഏതെങ്കിലും ഒരു ചരിത്രം മിലിറ്ററി ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 13 ദിവസം കൊണ്ട് ഒരു സൈന്യത്തിന്റെ 93,000 ആളുകളെ അല്ലെങ്കിൽ സൈനികരെ, അതിനകത്ത് ബംഗ്ലാദേശി കുറച്ച് ആളുകളുണ്ട്, കുറച്ച് സിവിലിയൻസ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ ചേർത്ത് 93,000 പ്രിസണേഴ്സ് ഓഫ് വാറിനെ ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് പുതിയതായിട്ട് സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അത് തിരിച്ച് അതേപോലെ വരികയാണ്. ഭാരതം അല്ലെങ്കിൽ ഭാരത സൈന്യം 1 ഇഞ്ച് ഭൂമി പോലും അവിടെ കൈവയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തിരിച്ചു വരികയാണ്. അങ്ങനത്തെ ഒരു സംഭവം ഇന്ന് നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല. അതിനെ സാധാരണക്കാരായ നമ്മൾ ആൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ നോക്കിയാൽ മതി. ഇപ്പം റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്, 2 വർഷത്തോളം ആയി മേളിൽ. അതുപോലെ അവിടെ റഷ്യ ഇത്രയും വലിയ സൂപ്പർ പവർ ആയിട്ട് യുക്രൈന് വലിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ കാര്യം നോക്കൂ. അമേരിക്ക വിയറ്റ്നാമിൽ പോയി അവിടെ അവർക്ക് വലിയ രീതിയിലുള്ള വലിയ ജയം ഒന്നും കിട്ടിയില്ല. അഫ്ഗാനിസ്ഥാനിലും അതേ സ്ഥിതിയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ഇസ്രയേലും ഹമാസിന്റെ അല്ലെങ്കിൽ ഹെസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒന്നും ഒരു ക്ലിയർ വിക്ടറി ഇല്ലായിരുന്നു. 1971 ഒരു സൈന്യത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഏത് സൈന്യത്തിന്റെ പഠനത്തിൽ പോയാലും ഈ ഒരു യുദ്ധത്തിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത്?